ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്സിലോട്ട് പോവാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രോബ്ലത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ബേസിക് സ്റ്റെപ്സും ഇതും ഫോർമുലയും പ്രൊസീജിയറും ഒക്കെ സെയിം ആണ്. ഇതിലാകെ പ്രൊസീജിയർ പഠിക്കാൻ അപ്ലൈ ചെയ്യാൻ മാത്രമേ മോഡ്യൂൾ നമുക്കുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ ബീം എടുക്കുകയാണെങ്കിൽ എ ബി സി അങ്ങനെ നമുക്ക് 3 സപ്പോർട്ട്സ് ഉണ്ട്. എ ബിനൊരു സ്പാനും ബി സിനെ വേറൊരു സ്പാനും ആക്കാം. ഇവിടെ നമുക്ക് കാണാം എയും സിയും ഫിക്സഡ് ആണ്, ബി ഇന്റർമീഡിയറ്റ് റോളർ സപ്പോർട്ടാണ് ഇവിടെ. അപ്പോൾ ഞാൻ എ ബി സ്പാൻ ആദ്യം സെപ്പറേറ്റ് ചെയ്തു, പിന്നെ ബി സി സ്പാൻ. 2 സ്പാൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ കണ്ടുപിടിക്കണേ, ഇനി MEF വാല്യൂസ് കണ്ടുപിടിക്കണം, സോറി FEM വാല്യൂസ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റനിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഒരു ലോഡല്ല, ഒരു 2 ലോഡ് കോമ്പിനേഷൻസ് വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നാണ്. ആകെ FEM വാല്യൂവിൽ മാത്രമേ വ്യത്യാസം വരൂ, ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം ആണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പോൾ FEM വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അപ്പം ഫസ്റ്റ് കേസ് നമ്മുടെ എ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 20 കിലോ ന്യൂട്ടൺ ഒരു എ ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒക്കെ ഒരു 2 മീറ്റർ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു 20 കിലോ ന്യൂട്ടൺ ഒരു 4 മീറ്റർ മാറിയിട്ടുണ്ട് ഫ്രം എ. അപ്പം ഇങ്ങനെ 2 ലോഡ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ആദ്യം W1 കാരണമുള്ള FEM വാല്യൂ കണ്ടുപിടിക്കും. W1 കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ച ഒരേ ഡിസ്റ്റൻസ് മാറിയിട്ടാണെങ്കിൽ മൈനസ് MAB ആൻഡ് മൈനസ് W1 B സ്ക്വയർ A ബൈ L സ്ക്വയർ. L എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, L സ്ക്വയർ. അത് W1 കാരണമുള്ള പ്ലസ് പിന്നെ നമ്മൾ W2 കാരണമുള്ള W2 എന്ന് പറയുമ്പം എന്താണ്, ഈ W2 B എന്ന് പറയുന്നത് D ആണ്. അപ്പം മൈനസ് W2 ഇൻറ്റു D സ്ക്വയർ C ബൈ L സ്ക്വയർ അല്ലേ. നമുക്ക് അല്ലേ നമ്മളിവിടെ നമുക്ക് എങ്ങനെയാണ് FEM വാല്യൂ നമ്മൾ പഠിച്ചത്, ഒരു ലോഡ് നടുക്കല്ലാതെ ഒരു A ഡിസ്റ്റൻസ് മാറിയാണ് വരുന്നതെങ്കിൽ MAB എന്ന് പറയുന്നത് മൈനസ് WB സ്ക്വയർ A ബൈ എല്ലും MBA എന്ന് പറഞ്ഞാൽ WA സ്ക്വയർ B ബൈ എൽ. അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ദാറ്റ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ W2ൻ്റെ Aനെ നമ്മൾ C എന്നും Bനെ നമ്മൾ D എന്നും പേരിട്ടു എന്നേ ഉള്ളൂ. സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് MFAB എന്ന് പറഞ്ഞാൽ W1 കാരണമുള്ളത് പ്ലസ് പിന്നെ W2 കാരണമുള്ളത്. MFB എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ തന്നെയാണ്, അല്ല ഈ കിട്ടുന്ന വാല്യൂ അല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പം MFBA എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം W1 കാരണമുള്ള എങ്ങനെയാണ്, W1 A സ്ക്വയർ B ബൈ L സ്ക്വയറും W2 കാരണമുള്ള W2 C സ്ക്വയർ D ബൈ L സ്ക്വയറും. കറക്റ്റ് നടുക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സിനൊക്കെ മാത്രമേ MABയും MBയും ഒക്കെ സെയിം ആയിട്ട് വരും. ജസ്റ്റ് സൈൻ മാത്രം മാറ്റിയിട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഇതുപോലെ ഒരു ഡിസ്റ്റൻസ് മാറിയൊക്കെ വരുന്നതിൻ്റെ അവിടെ നമുക്ക് വാല്യൂ ഡിഫറെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കേസിൽ സിയും ഡിയും ബി ഒക്കെ ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് വന്നത്. ബട്ട് എന്നുവെച്ചാൽ സൈൻ മാത്രമേ മാറിയിട്ടുള്ളൂ, ബട്ട് എല്ലാ കേസിലും അങ്ങനെ വരണമെന്നില്ല. അതുകൊണ്ട് അതൊന്ന് കണ്ടുപിടിക്കണം എന്തായാലും. ഇനി ഞാൻ BC സ്പാനിൽ പോയി. BC സ്പാനിൽ UDLും ഉണ്ട്, ഒരു എന്താണ് പോയിന്റ് ലോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും, മൈനസ് WL സ്ക്വയർ ബൈ 12 ആദ്യം UDL കാരണമുള്ളത്, പിന്നെ പോയിന്റ് ലോഡ് കറക്റ്റ് നടുക്കാണ്, അപ്പോൾ മൈനസ് WL ബൈ 8. അപ്പോൾ ഇത് രണ്ടിൻ്റെ അഡിഷനാണ് MBC എന്ന് പറയുന്നത്. MFBC MCB എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്, WL സ്ക്വയർ ബൈ 12 പ്ലസ് WL ബൈ 8. ജസ്റ്റ് എല്ലാം പോസിറ്റീവ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇവിടെയും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും കറക്റ്റ് നടുക്കും ആയതുകൊണ്ടാണ് MBCയും MCBയും ഈക്വൽ വന്നത് വിത്ത് ഡിഫറെൻറ്റ് സൈൻ. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം A പോയിന്റ് C പോയിന്റ് ഫിക്സഡ് എൻഡ് ആണ്, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പം എന്താണ്, θA 0, θC 0, ഡെൽറ്റയും 0. അപ്പം നമ്മൾ പിന്നെ എന്താണ് നെക്സ്റ്റിലൊക്കെ സെയിം ആണ്. നമ്മൾ എന്ത് ചെയ്യും, MFAB എന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതും. ഏതൊക്കെ 0 ആണോ അതൊക്കെ 0 ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള ഫൈനൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ എഴുതും. പിന്നെ നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്, ഇവിടെ ആകെ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉള്ളൂ, MBA പ്ലസ് MBC ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അത് നമ്മൾ അപ്ലൈ ചെയ്തു. ആ ഒരൊറ്റ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് θB കിട്ടും. ബിക്കോസ് നമുക്കിവിടെ ആകെ ഒരു അൺനോണേ ഉള്ളൂ. ഇവിടെ എത്ര അൺനോൺ വരാം, ഒന്ന് ഡെൽറ്റ, അത് ഓൾറെഡി 0 ആണ്. നമുക്കിവിടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ആണ്, A സൈഡും C സൈഡും. അപ്പോൾ ഇവിടെ θA θC ഓൾറെഡി 0 ആയി, ഡെൽറ്റയും നമുക്ക് ഓൾറെഡി 0 തന്നെ. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ അൺനോൺ നമ്മുടെ ഇക്വേഷനിൽ θB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു അൺനോൺ ഒരു ഇക്വേഷൻ മാത്രം. ആ ഒരു ഇക്വേഷനിൽ
നമുക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് തീറ്റ ബി സോൾവ് ചെയ്ത് കിട്ടി. തീറ്റ ബി സോൾവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സോൾവ് കിട്ടിയ സാധനങ്ങൾക്ക് ഒറിജിനൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. മൊമെന്റ്സ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇത് വരയ്ക്കേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മോഡൽ 1 പഠിച്ചത് തന്നെ നമ്മൾ വരയ്ക്കണം. സിമ്പിൾ മെനി മൊമെന്റ് ഡയഗ്രാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ വ്യത്യാസം എന്താ നോക്കാം. ഇതിലെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഓവർ ഹാങ്ങിങ് വന്നു. സി ഡി സപ്പോർട്ടില്ല, പകരം ഒരു ഓവർ ഹാങ്ങിങ് ലോഡ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ ചെയ്യുന്നതെന്നാണ്. ഒരു വ്യത്യാസമില്ല, സെയിം രീതിയിൽ തന്നെയാണ്. ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിൻ്റെ അവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. വ്യത്യാസമൊന്നുമല്ല, എ ബിയുടെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് WL²/12 സാധാരണ രീതിയിൽ കണ്ടുപിടിക്കണം. ബി സിയുടേത് WL/8 അത് നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ സി ഡി എന്ന് പറയുന്നതിൻ്റെ അവിടെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് മാത്രമേ വരൂ. ഇവിടെ ഒരു തീറ്റയോ ഡെൽറ്റയോ ഒന്നും വരത്തില്ല. അപ്പം മൊമെന്റ് എം സി ഡി ഈസ് ഈക്വൽ ടു എം എഫ് സി ഡി എന്ന് പറഞ്ഞാൽ എം സി ഡി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ പ്ലസ് ഇ ഐ ഡെൽറ്റ ഈ സാധനമൊന്നുമില്ല. അങ്ങനെ ഓവർ ഹാങ്ങിങ് ആണെങ്കിൽ അത് ഓർത്ത് വെക്കുക. എം സി ഡി ഈസ് ഈക്വൽ ടു എം എഫ് സി ഡി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? -40 × 2 അല്ലെ, താഴോട്ടാണ്. ഇവിടെ ഉള്ള ഇത് കാരണം ഓവർ ഹാങ് ഉണ്ടാകുന്ന റിസൾട്ടന്റ് മൊമെന്റ് ആണത്. എം സി ഡി എന്ന് പറയുന്നത് -80 kN/m ആണ്. അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്? പിന്നെ നമ്മൾ ബാക്കി എല്ലാത്തിനും നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക, കറസ്പോണ്ടിങ് ഇക്വേഷൻസ് കിട്ടുക. പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ജോയിന്റ് ബിന്റെ അവിടെയും ജോയിന്റ് സിന്റെ അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജോയിന്റ് ബിന്റെ അവിടെ എന്താണ്? MBA + MBC = 0. ജോയിന്റ് സിന്റെ അവിടെ MCB + MCD = 0. ഇതിൽ CB എന്ന് പറയുന്നത് നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ ഒരു ഇക്വേഷനും MCD എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ -40 × 2 നമ്മളിവിടെ ഓൾറെഡി MCD കണ്ടുപിടിച്ചു. അത് വേണം നമ്മുടെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, -18 കിടക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. തീറ്റ ബിയും തീറ്റ സിയും സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻസിനകത്ത് നമ്മൾ വന്ന് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊമെന്റ്സ് കിട്ടും. മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരയ്ക്കാം നമ്മുടെ ഇത് ഈ ആക്ച്വലി ഈ ഫിഗേഴ്സ് ഒക്കെ ഐഗസ് മോഡ്യൂൾ 1 സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ എന്തായാലും കിട്ടും. വേണ്ട, റൈറ്റ് സപ്പോർട്ടാണ് സിങ്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്പാൻ AB കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സപ്പോർട്ടാണ് സിങ്ക് ചെയ്യുന്നതെങ്കിൽ എ ബി സ്പാനിലെ മൊമെന്റ് എന്ന് പറയുമ്പം MABയും MBA അവിടുത്തെ ഡെൽറ്റ പോസിറ്റീവും, അതേസമയം BCയിൽ ലെഫ്റ്റ് സപ്പോർട്ടാണ് സിങ്ക് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവും ആണ്. അപ്പോൾ എന്താണ്? MBCയിലും MCBയിലും ഡെൽറ്റ നെഗറ്റീവ് വരും. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്താണ് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. അതിലൊരു വ്യത്യാസവും ഇല്ല. പിന്നെ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതുമ്പം MABയുടെ അവിടെ MFAB കറസ്പോണ്ടിങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2EI/L 2θA + θB -3 ΔL. ഇവിടെ A ഫിക്സഡ് ആൻഡ് തീറ്റ A 0 ആയി. പിന്നെ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് 10 mm. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.01 എന്നത് കണ്ടുപിടിക്കുക. ഇക്വിലിബ്രിയം ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. ഇറ്റ്സ് വെരി സിമിലർ ടു ദ റെസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ്.